ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഈവനിങ് ആയിട്ടുള്ളൊരു മിനി റുട്ടീനുമായിട്ടാണ്. കാരണം അതേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് വലിയ പണികളൊന്നും ഇല്ലാത്ത ടൈമാണ് ഈവനിങ്. അതിൽ തന്നെ കുറച്ച് സ്റ്റഡീസും പിന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം അയക്കാൻ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് തുണി മടക്കിയൊക്കെ ആയിരിക്കുമല്ലോ. എല്ലാ വീട്ടിലും അത് തന്നെയായിരിക്കും മെയിനായിട്ടുള്ള പരിപാടി. അല്ലെങ്കിൽ അത് ഒരു മൂലക്ക കൊണ്ടുപോയി കൂട്ടും. ചില ടൈമിലൊക്കെ മൂലക്ക കൊണ്ടുപോയി കൂട്ടിലായിരുന്നു തന്നെ പരിപാടി. പക്ഷേ ഇപ്പം ഇങ്ങനെ മെസ്സായിട്ടിട്ട് എനിക്ക് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പണിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ മടക്കി വെക്കും കേട്ടോ. മോമോൻ്റെ ബാസ്ക്കറ്റിലും എൻ്റേത് സെപ്പറേറ്റ് ആയിട്ടും ഓരോ കാര്യങ്ങൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അലമാരിലേക്ക് എടുത്തു വെക്കണം. ഇപ്പോൾ അലമാരി ഞാനൊന്ന് നോമ്പിൻ്റെ ടൈമിലാണെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുമ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ അന്ന് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് എനിക്കത് ഇപ്പോഴും അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണിമടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിലെ പ്ലാനിങ് ആണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ എനിക്ക് കുറച്ച് അത്യാവശ്യം റീച്ച് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഓർത്തു അത്യാവശ്യം വീഡിയോസ് ഇടാം, ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാം. ഷോർട്സിന് എനിക്ക് പ്രത്യേകിച്ച് കോണ്ടൻറ്റൊന്നും അങ്ങനെ ആലോചിക്കേണ്ടി വരാറില്ല. അപ്പോൾ തോന്നുന്ന ആ ഒരു കോണ്ടൻറ്റ് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുക, അതായിരുന്നു പണി. പിന്നെ ലോങ് വീഡിയോ ആകുമ്പോൾ നമ്മൾ കുറച്ച് കോണ്ടൻറ്റ് കണ്ടുപിടിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ പഠിക്കാനുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പിറ്റേ ദിവസത്തേക്കും ഇപ്പോൾ ട്യൂസ്ഡേയിലേക്കും വെനസ്ഡേയിലേക്കും ഉള്ളത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ലോങ് വീഡിയോയുടെ കോണ്ടൻറ്റും എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈ ഹൈഡ്രേഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വേർത്ത് പോകുന്നതുകൊണ്ട് നന്നായിട്ട് വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ടൈമിൽ. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ ഇടയിൽ നമുക്ക് ഒരു സംഭവം കൂടി പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഒന്നിൽ വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ രണ്ടായിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇന്നിനൊക്കെ കാണിച്ചു തരാൻ പോണത് ഒരു ക്രാഫ്റ്റർ, അതായത് ഒരു ബിഗിനറായ ഒരു ക്രാഫ്റ്ററിൻ്റെ കയ്യിൽ മസ്റ്റ് ആവായിട്ട് വേണ്ട കുറച്ച് ഒരു 5 ഐറ്റംസ് ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, 5 ഐറ്റംസേ ഉള്ളൂ. ആ ഒരു 5 ഐറ്റംസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒട്ടും യൂസ്ഫുൾ അല്ലാതെ വരൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാൻ പോണത്, നമുക്കെപ്പോഴും ഒരു സാധനം, നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ സെല് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സെല് ചെയ്യാനായിരിക്കുമല്ലേ നമ്മൾ ശ്രമിക്കുക. അതായത് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല ഒരുവിധം റീച്ച് കിട്ടിയ ക്രാഫ്റ്റേഴ്സിൻ്റെയൊക്കെ നമ്മൾ പേജിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ബിഗിനർ ആകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള റാപ്പർ വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് അണ്ടർ ₹100 വരുന്ന ഒരു റാപ്പറാണ്. നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഓർഡറൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് റാപ്പർ വാങ്ങിക്കേണ്ടി വരില്ല, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് അതെന്താന്ന് നോക്കിയാലോ. ഇതാണ് ഐറ്റം. നിങ്ങൾക്ക് ഐറ്റം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ചിലവർക്ക് പിടിയിട്ടുണ്ടാവും കേട്ടോ, ചിലവരിത് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് നമ്മുടെ പാർട്ടി റോളാണ്. നമ്മുടെ കല്യാണ വീട്ടിലുകളിൽ ബെഞ്ചിലൊക്കെ വിരിക്കണ പാർട്ടി റോളാണ്. ഇത് ഇപ്പോഴും മിക്കയിടത്തും വിരിക്കുന്നുണ്ട്. ചിലവരിത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പാർട്ടി റോൾ. ഇപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ ഇത് വെറും 100-95 ആ റേറ്റിലാണ് ഈ ഒരു ഇത്രയും കട്ടിയുള്ള പാർട്ടി റോൾ നിങ്ങൾക്ക് കിട്ടണേ. ഇത്രയും തിക്നെസ് വരുന്നുണ്ട്. ഈ പാർട്ടികൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 95 രൂപയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ഏരിയകളിൽ പോയിട്ട് ബുക്സും സ്റ്റേഷനറി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാവും. മാർക്കറ്റ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാമല്ലോ. ഇപ്പോൾ ഞാൻ ആലുവയിലായതുകൊണ്ട് ഇപ്പോൾ ആലുവയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആലുവയിൽ മാർക്കറ്റ് ഏരിയയിൽ പള്ളിയുടെ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ചന്തപ്പള്ളി എന്ന് പറയുന്ന പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. അവിടെ നാട്ടിൽ ഞാൻ ഇത് വാങ്ങിച്ച് ഇതിന് 100 രൂപയാണെന്ന് തോന്നുന്നു. അവിടെ വെയിറ്റ് അനുസരിച്ചാണ് ഈ പാർട്ടി റോൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചിലവിടത്ത് ഞാൻ 85 കണ്ടു, പക്ഷെ അതിന് ഇത്ര തിക്നെസ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ നോക്കാൻ പോണത് പാർട്ടി റോള് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോണത് ബാഗ്. ഇനി ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ലൊരു രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഷീറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്ത് ആണ്.
ഒരു വൈറ്റ് ക്ലോത്ത് മാത്രമാണ്. ഇത് സാറ്റിൻ്റെ ക്ലോത്താണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്ത് നല്ലപോലെ മുഷിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അടിപൊളി സാറ്റിൻ്റെ ക്ലോത്താണ്. ഇത് വെറും 1 മീറ്ററാണ് ഞാൻ വാങ്ങിച്ചത്. വെറും 60-50 ആ ഒരു റേറ്റിലാണ് ഇത് വന്നിട്ടുള്ളൂ. വൈറ്റ് വാങ്ങിക്കുക. നമ്മുടെ ഫോട്ടോസ് അടിപൊളിയായിട്ട് നല്ല എടുത്ത് നിൽക്കണമെങ്കിൽ, കാരണം നമ്മുടെ കളർഫുൾ ആയിരിക്കുമല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അത് എടുത്ത് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് ആവായിട്ട് വൈറ്റ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ, ഏത് ഫോണായാൽ പോലും. അപ്പോൾ ഏത് ഫോണിൽ ഫോട്ടോസ് എടുത്താലും നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ വൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്യും. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോൾ നോർമൽ ഫോണൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഐഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര നാൾ ഞാൻ യൂസ് ചെയ്തത് വിവോ ആയിരുന്നു. വിവോയിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് രാത്രി ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. ഇപ്പോൾ ക്രാഫ്റ്റ് പ്രൊഡക്ട്സിന് ഫോട്ടോസ് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിലായിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലും സാധാ ഒരു ആൾക്കാരുടെ കയ്യിലെ ഇപ്പോൾ സാധാ സ്മാർട്ട് ഫോണിൽ ഉണ്ടാവുക. അപ്പോൾ അതിലും നിങ്ങൾക്ക് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ രാത്രി ഒരിക്കലും ഫോട്ടോസ് എടുക്കരുത്. പിന്നെ അകത്ത് വെച്ച് ഫോട്ടോസ് എടുക്കരുത്. എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് നല്ല പൊരു വെയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് അടിപൊളി ക്ലാരിറ്റിയിൽ ഫോട്ടോസ് കിട്ടും കേട്ടോ. നിങ്ങൾ അതും കൂടി ഇൻക്ലൂഡ് ശ്രമിക്കുക. പിന്നെ ഈ ഒരു വൈറ്റ് ക്ലോത്തും നിങ്ങൾ മസ്റ്റ് ആവായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ ബഞ്ചാണ്. ഫ്ലവർ ബഞ്ച് ചിലവരുടെ വീഡിയോസിൽ നിങ്ങൾ കുറേ ഫ്ലവർ ബഞ്ച് കണ്ടിട്ടാ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതൊന്നല്ല, വെറും 30 രൂപയുടെ ഒരു ഫ്ലവർ ബഞ്ചായിരുന്നു. ഇത് കുറച്ച് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിച്ച ഫ്ലവർ ബഞ്ചാണ് കേട്ടോ. ഇത് വെറും 99 റുപ്പീസിനാണ് ഈ ഒരു ബഞ്ച് കേട്ടോ. ഈ ഒരു 6 പിയോണി ഫ്ലവേഴ്സ് വരുന്ന ഈ ഒരു ബഞ്ച് കിട്ടിയത് വെറും 90 റുപ്പീസിന് ആണ്. 99 ആണെന്ന് തോന്നുന്നു, 90 or 99 റേറ്റിലാണ് കിട്ടിയത്. ഈ ഒരു ബഞ്ചും ആ ഒരു റേറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ 2 കളേഴ്സാണ് ഇപ്പോൾ ഞാൻ പൊതുവേ ഫ്ലവേഴ്സ് അങ്ങനെ വാങ്ങിക്കാറില്ല. ഈ ഒരു ഫ്ലവറാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ 2 ഫ്ലവറാണ് ഇപ്പോൾ ഞാൻ കോമൺലി യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ വളരെ റേറ്റ് കുറഞ്ഞ ഫ്ലവർ ബഞ്ച് യൂസ് ചെയ്യുക. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഗാർഗനോവെലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റേറ്റ് കുറച്ച്. ഇപ്പോൾ ഡോണറ്റ് വേസ് അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും ബാക്കിയുള്ള പേജസിനെ അപേക്ഷിച്ച് നല്ല റേറ്റ് കുറവാണ്. അത് ഗുജറാത്തിൽ നിന്ന് എന്തോ ആണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ട ഒരു ഐറ്റമാണ് കട്ടർ. ഈ കട്ടർ ഞാൻ വാങ്ങിച്ചത് 750 റുപ്പീസിനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, വർക്ക് പോലും കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരു 2-3 വർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേക്ക് ആയിരിക്കും വർക്ക് കിട്ടുക. അപ്പോൾ ഉള്ള കാശിന് പോയിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങിച്ച് തീർക്കരുത്. ഞാനതൊക്കെ ആദ്യം ചെയ്തിരുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് കിട്ടുമ്പോഴും ഇതേപോലുള്ള ഐറ്റംസ് വാങ്ങിക്കുമായിരുന്നു. കയ്യിൽ കാശ് നിൽക്കൂല. ചിലപ്പോൾ 2 ഓർഡറൊന്നും പിന്നെ 2 മാസത്തേക്കൊന്നും ഓർഡർ കിട്ടൂല. അതുകൊണ്ട് കാശൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു അടുപ്പിച്ചൊരു 10 ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് 100 രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് മാത്രം ഇത് വാങ്ങിക്കുക. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ ഓടിപ്പോയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് ഇത് വാങ്ങിക്കാൻ നിൽക്കരുത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും മറ്റേ ആ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഗാർഗനോവെലിറ്റീസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് മസ്റ്റ് ആവായിട്ടും ഒരു ക്രാഫ്റ്റിൻ്റെ കയ്യിൽ വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചിലവരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ ഒരുവിധം ക്രാഫ്റ്റ് ചെയ്യുന്നവരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇതിലിപ്പോൾ എന്തിരിക്കുന്നു എന്ന്. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഞാനിപ്പോൾ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ആകെ അലമ്പൊടിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രമായിട്ട് അങ്ങനെ ആയിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഈ ഒരു കണ്ടൻറ്റും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതാകുമ്പോൾ എനിക്കിങ്ങനെ ലോങ് വീഡിയോ അതേപോലെ ഡേ ഇൻ മൈ ലൈഫ് അതേപോലെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇഷ്ടമാണ്, അതുപോലെ കോണ്ടൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആയിട്ട് ഇതിൽ ഒറ്റ വീഡിയോ ആക്കുമ്പോൾ 2 കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയി പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് മടുപ്പും ഉണ്ടാവില്ല, ക്രാഫ്റ്റേഴ്സായ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ വ്ളോഗ് കാണുന്നവർക്ക് അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ പഠിത്തമൊന്നും മര്യാദക്കൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. മെയിനായിട്ട് ഞങ്ങൾക്ക് 5 ബ്ലോക്കാണ് വരുന്നത് ഒരു സബ്ജക്റ്റിൽ. അതിൽ ഞാൻ 2 ബ്ലോക്ക് മാത്രം എടുത്ത് പഠിച്ചാൽ പാസ്സാവുമെന്നൊക്കെ നോക്കിയിട്ട് ആ ബ്ലോക്കിൽ ഇമ്പോർട്ടൻസ് മാത്രം നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാനൊരു സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ, എങ്ങനെയായിട്ട് അടിപൊളിയായിട്ട് പാസ്സാവാൻ പറ്റുകയെന്നൊക്കെ. ഇപ്പോൾ ഞാൻ ഇഗ്നോയിലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രിക്ക് ബികോം ജനറലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു വ്ളോഗും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഇഗ്നോയിൽ പഠിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. കാരണം എന്താ പറയുക, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പഠിക്കാൻ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് എങ്ങനെ വരുത്താമെന്നും കൂടി ഞാൻ ചെയ്ത് കൊടുക്കും ഇതിൽ പറയാം കേട്ടോ.
അപ്പോൾ ഇതാ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ട് സ്കിൻ കെയറിലേക്ക് വരികയാണ്. സ്കിൻ കെയർ ചെയ്താൽ ഇപ്പോൾ ഭയങ്കര മടിയാട്ടോ, കാരണം മുഖം ഇങ്ങനെ വേർത്ത് കുളിക്കുകയാണ്. ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലോണം വേർക്കായിട്ട് ഫേസ്. എൻ്റെ ഫേസ് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയിരുന്നപ്പോൾ ഞാനിപ്പോൾ ഓയിലി സ്കിന്നൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വാട്ടർ കൺസിസ്റ്റൻ്റ് ഉള്ള ഒരു ക്രീമാട്ടോ, ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് മോമോൻ്റെ. അപ്പോൾ അത് ഭയങ്കര നല്ലതാട്ടോ, എൻ്റെ ഫേസിന് ഭയങ്കര മാർക്സൊക്കെ കുറയുന്ന പോലെയും നല്ല മോയ്സ്ചറായിട്ട് വെക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഈ ചൂടായതുകൊണ്ട് ടൈമിലായതുകൊണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്താൽ പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സുഡിയോയിലെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട് ലിപ്പ് ഡ്രൈ ആവുന്ന പോലെ ഉണ്ട്. ലിപ്പ് ലിപ് ബാം മാറ്റി യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അത് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ലിപ് ബാം നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ താഴെ വന്ന് ഒരാളും കൂടെ എൻ്റെ കൂടെ ലിപ് ബാം ഇടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ലിപ് ബാമൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ആൾ വന്നിടുന്ന സാധനമാണ് ലിപ് ബാം. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ സൂറൊക്കെ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതും ഇട്ട് കൊടുക്കാനൊക്കെ പറയാറുണ്ട്. ഐഷാഡോ ഐലൈനറൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആളിത് പെണ്ണുങ്ങളുടെ ഇടയിലായതുകൊണ്ട് എല്ലാം ഇത് കാണുകയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.